ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മടക്കു പത്തിരി. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹമിൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ മടക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് റെഡിയാക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പൊ ദാ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ എല്ലില്ലാതെ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ബീഫും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ മടക്ക് പത്തിരിക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ദോശക്കുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കണം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇപ്പം ഞാൻ 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പോളം തന്നെ വെള്ളം, പിന്നെ 2 മുട്ട, പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്ത് വരാം. അപ്പോൾ ദാ നമ്മുടെ മടക്ക് പത്തിരിക്കുള്ള മാവും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടെ, നമ്മുടെ മാവ് അല്പം ലൂസായിട്ട് വേണം കേട്ടോ ഇരിക്കാൻ. ഇതുപോലെ വേണം മാവ് ഇരിക്കാൻ. ഇനിയിപ്പോൾ മടക്ക് പത്തിരി തയ്യാറാക്കാം. ഇതിനായിട്ടിപ്പോൾ നമ്മൾ ദോശ ചുടുന്നത് പോലെ ആദ്യം ദോശക്കല്ലിലോ അല്ലെങ്കിൽ പാനിൽ ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കിന് ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് കുക്കാവാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീ പറ്റ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ സൈഡും കൂടെ ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് നേരത്തെ ചെയ്തതുപോലെ ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഇതുപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. ഫില്ലിങ് വെക്കുക. മറ്റേ സൈഡ് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇത് മുഴുവനും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഈ മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 എണ്ണം വരെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മടക്ക് പത്തിരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെയൊക്കെ ആ ടേസ്റ്റും അതുപോലെയൊക്കെ തന്നെയാണ്. ഏകദേശം ലെയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.